നമസ്കാരം. പ്രധാന വാർത്തകൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. പോലീസിന് മുന്നിൽ ഹാജരായി മൊഴി നൽകാൻ താൽപ്പര്യമില്ലെന്ന് ഹർജിക്കാർ. പോലീസിന് മുന്നിൽ ഹാജരായി മൊഴി നൽകാൻ താൽപ്പര്യമില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാതിയുമായി മുന്നോട്ടു പോകാനില്ലെന്ന് ഹർജിക്കാർ. കേസിന് താൽപ്പര്യമില്ലെന്ന് മൊഴി കൊടുത്തവർ വ്യക്തമാക്കി. പോലീസിന് മുന്നിൽ ഹാജരായി മൊഴി നൽകാൻ താൽപ്പര്യമില്ല. കമ്മിറ്റിയുടെ മുന്നിലാണ് മൊഴി നൽകിയതെന്നും പരാതിയല്ല നൽകിയതെന്നും ഹർജിക്കാർ വ്യക്തമാക്കി. തുടർന്ന് താൽപ്പര്യമില്ലാത്തവരുടെ മൊഴിയെടുക്കാൻ നിർബന്ധിക്കേണ്ടതില്ലെന്ന് കോടതിയും വ്യക്തമാക്കി. കേസ് ഡിസംബർ 19 മാറ്റിവെച്ചതായി കോടതി അറിയിച്ചു. ഡേറ്റിംഗ് ആപ്പ് വഴി യുവാവിനെ തട്ടിക്കൊണ്ടുപോയി, 7 പേർ അറസ്റ്റിൽ. കൊച്ചിയിൽ ഡേറ്റിംഗ് ആപ്പ് വഴി യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 7 പേർ അറസ്റ്റിൽ. യുവാവിന്റെ പരാതിയിലാണ് കിഡ്നാപ്പിംഗ് സംഘത്തെ അറസ്റ്റ് ചെയ്തത്. ആപ്പ് ചാറ്റ് വഴി ചാറ്റ് ചെയ്താണ് യുവാവിനെ വിളിച്ചു വരുത്തിയത്. പടമുകളിൽ വെച്ച് മർദ്ദിച്ച ശേഷം ഫോണിലെ സ്വകാര്യ ഫോട്ടോകളടക്കം ലാപ്പിലേക്ക് മാറ്റി. തുടർന്ന് 1 ലക്ഷം രൂപ നൽകിയില്ലെങ്കിൽ വിവരങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും യുവാവ് പരാതിയിൽ പറയുന്നു. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഔദ്യോഗിക വാഹനത്തിൽ സ്വകാര്യ വാഹനമിടിച്ച് അപകടം. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഔദ്യോഗിക വാഹനത്തിൽ സ്വകാര്യ വാഹനമിടിച്ചു. ഡൽഹിയിലെ കൊച്ചിൻ ഹൌസ് ഭാഗത്ത് നിർത്തിയിട്ട വാഹനത്തിലാണ് സ്വകാര്യ വാഹനമിടിച്ചത്. കേരള ഹൌസ് ലോ ഓഫീസറുടെ കാറാണ് ഗവർണറെ വാഹനത്തിലിടിച്ചത്. സംഭവത്തിൽ കേരള പോലീസും കേരള ഹൌസ് റെസിഡൻസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകും. ഇടിയുടെ ആഘാതത്തിൽ ഗവർണറെ ഔദ്യോഗിക വാഹനത്തിന്റെ ബമ്പർ പൂർണ്ണമായും തകർന്നുവെന്നാണ് വിവരം. ഓൾട്ടോ കാറും ലോറിയും കൂട്ടിയിടിച്ച അപകടം. തമിഴ്നാട്ടിൽ 3 മലയാളികൾക്ക് ദാരുണാന്ത്യം. തമിഴ്നാട്ടിൽ വാഹനാപകടത്തിൽ 3 മലയാളികൾക്ക് ദാരുണാന്ത്യം. കോയമ്പത്തൂർ മധുരക്കരയിലാണ് അപകടമുണ്ടായത്. പത്തനംതിട്ട ഇരുപേരൂർ സ്വദേശികളായ ജേക്കബ് എബ്രഹാം, ഷീബ ജേക്കബ്, ആരോൺ ജേക്കബ് എന്നിവരാണ് മരിച്ചത്. ഒരു കുടുംബത്തിലെ 3 പേരാണ് മരിച്ചത്. ആരോണിന്റെ അമ്മ അലീനയെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ ലോറി ഡ്രൈവർ കരൂർ സ്വദേശി ശക്തിവേൽ അറസ്റ്റിലായിട്ടുണ്ട്. മലയാളികളായ കുടുംബം സഞ്ചരിച്ച ഓൾട്ടോ കാറും ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. മലയാളികൾ ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്നു. രാവിലെ 11 മണിയോടെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 3 മരിച്ചിരുന്നു. ശബരിമലയിൽ കാട്ടുപന്നി ആക്രമണം, പോലീസ് ഉദ്യോഗസ്ഥന് പരിക്ക്. ശബരിമല സന്നിധാനത്ത് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന് പരിക്ക്. കണ്ണൂർ റൂറൽ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സിലെ സീനിയർ CPO കണ്ണൂർ പയ്യന്നൂർ കണ്ടംകാളി താലോടി വീട്ടിൽ കെ സത്യനാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:30 സംഭവം. സന്നിധാനത്തെ പോലീസ് ബസ്സിൽ നിന്നും ഭക്ഷണം കഴിച്ച് ബാരക്കിലേക്ക് മടങ്ങും വഴി പിന്നിൽ നിന്ന് പാഞ്ഞെത്തിയ പന്നി സത്യനെ കുത്തി വീഴ്ത്തുകയായിരുന്നു. ആക്രമണത്തിൽ മറിഞ്ഞു വീണതിനെ തുടർന്ന് തലയ്ക്ക് പരിക്കേറ്റ സത്യനെ സന്നിധാനം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലയ്ക്ക് 4 സ്റ്റിച്ചുകൾ ഇടേണ്ടി വന്ന സത്യനെ വിദഗ്ധ പരിശോധനയ്ക്കായി പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി.